കാലവർഷം എത്തി, മഴപ്പെയ്ത്ത് തുടങ്ങി. മഴപ്പെയ്ത്തെന്ന് വെച്ചാൽ അത് കുറച്ചൊക്കെ ഒരു ദുരിതപ്പെയ്ത്ത് കൂടി ആയി മാറിയിട്ടുണ്ട്. പലയിടത്തും കനത്ത മഴയിൽ വ്യാപകമായ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തു. പിന്നെ മാത്രമല്ല, ഈ ദിവസം നമ്മൾ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇന്നലെ 2 ഇടത്തായിരുന്നു റെഡ് അലേർട്ടെങ്കിൽ ഇന്നിപ്പോൾ 5 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ റെഡ് അലേർട്ട് എവിടേക്കെന്ന് ചോദിച്ചാൽ മലപ്പുറത്തും കോഴിക്കോടും വയനാടും കണ്ണൂരും കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട്. അതായത് ഈ വടക്കൻ ജില്ലകളിൽ, പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലൊക്കെ റെഡ് അലേർട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചൊരു ഭയമാണ്, പേടിയാണ്. പക്ഷേ ഭയപ്പെടേണ്ട സാഹചര്യം ഒന്നുമില്ല. ജാഗ്രത മാത്രം പാലിച്ചാൽ മതി എന്നാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും നമ്മുടെ റവന്യൂ മന്ത്രിയും ഒക്കെ പറയുന്നത്. മറ്റ് 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ്. അതായത് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും അതിതീവ്ര മഴയ്ക്കും തീവ്ര മഴയ്ക്കുമുള്ള സാധ്യതയാണ് നിലവിൽ കാലാവസ്ഥാ കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബുധനാഴ്ച വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിലൊക്കെ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി നമ്മൾ ജാഗ്രത പാലിക്കേണ്ട സമയത്തിലേക്ക് പോവുകയാണ്. നമുക്ക് എങ്ങനെയാണ് നിലവിലെ സ്ഥിതിവിശേഷങ്ങൾ ഓരോ ജില്ലകളിലേതെന്ന് നോക്കാം. കാരണം മഴ മാത്രമല്ല, മഴക്കെടുതികളും ഉണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് നമ്മുടെ VS അനുരാഗും, കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയും, കോഴിക്കോട് നിന്ന് ലിനറ്റ് വർഗീസും ഉണ്ട്. 3 പേരും എത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങാം. അനുരാഗെ, ഗുഡ് മോർണിംഗ്. തലസ്ഥാനത്ത് എങ്ങനെയാണ്? ഇന്നിപ്പോൾ മഴയുണ്ടോ? അലേർട്ടുള്ള സമയമാണ്. അപ്പോൾ ഇന്നലെ കുറേ സ്ഥലത്തൊക്കെ നമ്മൾ മഴക്കെടുതികളുടെ വാർത്തകളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് മരം വീഴുകയും ഈ ചില സ്ഥലങ്ങളിൽ ഗതാഗതമൊക്കെ തടസ്സപ്പെടുന്ന രീതിയിലുമൊക്കെ വാർത്തകളൊക്കെ വന്നിരുന്നു. ഇന്നിപ്പോൾ പുലർച്ചെ എന്താണ് അവസ്ഥ? എങ്ങനെയാണ് മുന്നൊരുക്കങ്ങൾ? ജില്ലാ ഭരണകൂടം പ്രത്യേക ജാഗ്രത എവിടെയെങ്കിലുമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? സേതു, ഗുഡ് മോർണിംഗ്. ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. കഴിഞ്ഞ ദിവസം രാത്രി വരെ കനത്ത മഴ തന്നെ ജില്ലയിൽ ഉണ്ടായിരുന്നു. പുലർച്ചെ നേരിയ മഴ ഉണ്ടായിരുന്നു. നഗരത്തിൽ നേരിയ മഴയാണെങ്കിലും ഗ്രാമപ്രദേശങ്ങളിലും അതുപോലെ മലയോര മേഖലകൾ, അമ്പൂരി, വെള്ളറട മേഖലകളിലൊക്കെയും കനത്ത മഴ തന്നെ ലഭിക്കുന്നുണ്ട്. മലയോര മേഖല ആയതുകൊണ്ട് തന്നെ കൃത്യമായ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. മണ്ണിടിച്ചിൽ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ, ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് നൽകിയിട്ടുണ്ട്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം. യാത്രകൾ, ഈ പ്രദേശങ്ങളിലൂടെയുള്ള രാത്രി യാത്രകൾ ഒഴിവാക്കണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അപകടങ്ങൾ ഒഴിവാക്കാൻ ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജില്ലാ ഭരണകൂടവും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ ഈ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മറ്റ് പ്രധാനപ്പെട്ട കാര്യം. ഈ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ശംഖുമുഖത്തും അതിനൊപ്പം തന്നെ പല ഇടങ്ങളിലും ഇത്തരത്തിൽ വിനോദസഞ്ചാര മേഖലകളുണ്ട്. അവിടെയൊക്കെയും കുളിക്കാനിറങ്ങുന്നതും വിനോദത്തിൽ ഏർപ്പെടുന്നതൊക്കെയും വിലക്ക് ഇട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം ജലാശയങ്ങളിലടക്കം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. കാരണം ഡാമുകളൊക്കെ ഉണ്ട്. അവിടെ ഇത്തരത്തിൽ ജലനിരപ്പ് ഉയരുമ്പോൾ അത് തുറന്നുവിടേണ്ട സാഹചര്യമുണ്ട്. അനിയന്ത്രിതമായിരിക്കും വെള്ളം ഉയരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം ഈ പണി നടക്കുന്ന റോഡ് പ്രദേശങ്ങളൊക്കെയും ജാഗ്രത പാലിക്കണം. നമുക്ക് അറിയാം, ദേശീയപാതയിൽ നേരത്തെ മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ജാഗ്രത എല്ലായിടത്തും പാലിക്കണം എന്നുള്ളത് തന്നെയാണ്. സംസ്ഥാനത്തെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സർക്കാർ കൃത്യമായി സജ്ജമായിട്ടുണ്ട്. കാലവർഷം ഇത്തവണ നേരത്തെയാണെങ്കിൽ പോലും കൃത്യമായ മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ ഒരുക്കിക്കഴിഞ്ഞു. ഇന്ന് മറ്റ് NDRF സംഘം കൂടി സംസ്ഥാനത്ത് എത്തുന്നുണ്ട്. 3000-ലധികം ക്യാമ്പുകൾ തുറക്കാൻ സംസ്ഥാനം സജ്ജമാണ് എന്ന് കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. എന്തായാലും സംസ്ഥാനം സജ്ജമാണ്. തലസ്ഥാനത്ത് ഇപ്പോൾ എന്തായാലും മഴയില്ലെങ്കിൽ പോലും മൂടിക്കെട്ടിയ അവസ്ഥ തന്നെയാണ്. തമ്പാനൂരൊക്കെയും വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യം കഴിഞ്ഞ കാലവർഷത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അത്തരത്തിൽ വെള്ളക്കെട്ടൊന്നും തലസ്ഥാനത്ത് രൂപപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. കനത്ത മഴ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ ഈ വെള്ളക്കെട്ടൊന്നും രൂപപ്പെട്ടിട്ടില്ല. അത് ഉണ്ടാവാത്ത തരത്തിലുള്ള ഒരു ക്രമീകരണങ്ങൾ ഇത്തവണ നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് തലസ്ഥാനത്തെ ഒരു സാഹചര്യം. ശരി അനുരാഗ, ഇനി കൊച്ചിയിലേക്ക് പോകാം. സഹിൻ ആന്റണി ഉണ്ട്. സഹിൻ, കൊച്ചിയിൽ ഇന്നലെ മഴയായിരുന്നു. ഇന്നെന്തേ രാവിലെ തൊട്ടേ മഴ നിൽക്കുന്നുണ്ട്? ഈ കൊച്ചിയിൽ സാധാരണ നമ്മൾ ഈ മുൻകാലങ്ങളിലൊക്കെ ആണെങ്കിൽ ചെറിയ മഴയൊക്കെ പെയ്യുമ്പോഴത്തേനും വെള്ളക്കെട്ട്, പ്രത്യേകിച്ച് കാനകളിലൊക്കെ വെള്ളം നിറയുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ ഒന്നും കാണാനില്ല. അപ്പോൾ ഇന്ന് എങ്ങനെയാണ് അവസ്ഥ രാവിലെ മുതൽ? ഒപ്പം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒക്കെ മുന്നൊരുക്കങ്ങൾ എങ്ങനെയൊക്കെയാണ് സഹിൻ? സേതു, ഗുഡ് മോർണിംഗ്.
സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ എറണാകുളം നഗരത്തിൽ ആകമാനം വലിയ രീതിയിൽ മഴയുണ്ടായിരുന്നു. ഇന്നും മഴ തുടരുന്നു എന്നുള്ളതാണ്. രാവിലെ മുതൽ തന്നെ ചാറ്റൽ മഴ പലയിടങ്ങളിലും അനുഭവപ്പെട്ടു തുടങ്ങി. ഇന്നലെ രാത്രി കനത്ത മഴയുണ്ടായിരുന്നു. അതിൽ വലിയ നാശനഷ്ടങ്ങൾ മലയോര മേഖലകളിൽ ആകമാനമുണ്ടായി. കോതമംഗലം, പെരുമ്പാവൂര്, മൂവാറ്റുപുഴ തുടങ്ങിയിടങ്ങളിലൊക്കെ വീടുകൾക്കൊക്കെ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. നിരവധി മരങ്ങൾ കടപുഴകി വീണു. ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഒപ്പം തന്നെ തീരമേഖലയും കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ചെല്ലാനം, എടവനക്കാട്, വൈപ്പിൻ തുടങ്ങിയ പഞ്ചായത്തുകളിൽ ജനങ്ങൾ പ്രതിഷേധത്തിലേക്ക് പോരേണ്ട ഒരവസ്ഥയുണ്ടായി. രാവിലെ മുതൽ തന്നെ ചെല്ലാനത്ത് കടൽക്കയറ്റവും ഒപ്പം തന്നെ കനത്ത മഴയും രൂക്ഷമായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ജനജീവിതം ദുസ്സഹമാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജനങ്ങൾ കടലിലിറങ്ങുകയും അവരുടെ പ്രതിഷേധം ഭരണാധികാരികളെ അറിയിക്കുകയും എല്ലാം ചെയ്തിരുന്നു. ഇന്നും ശക്തമായ മഴയുണ്ടായാൽ അത് ജനത്തെ കാര്യമായി തന്നെ ബാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കൊച്ചി നഗരത്തിൽ കാര്യമായ വെള്ളക്കെട്ടുകളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. സാധാരണ കനത്ത മഴ പെയ്താൽ കൊച്ചി നഗരം വെള്ളത്തിനടിയിലാകുന്നതാണ്. പക്ഷേ ഇത്തവണ കൃത്യമായി തന്നെ കാനകളെല്ലാം ശുചീകരിക്കാൻ കഴിഞ്ഞതുകൊണ്ടും ഒപ്പം തന്നെ മറ്റ് തോടുകളെല്ലാം തന്നെ എക്കലുകൾ അടക്കമുള്ള കാര്യങ്ങൾ നീക്കം ചെയ്തതുകൊണ്ട്, ചെളി അടക്കമുള്ളവ നീക്കം ചെയ്തതുകൊണ്ടും ഇത്തവണ കാര്യമായ വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ വെള്ളക്കെട്ടോ കൊച്ചി നഗരത്തിൽ അനുഭവപ്പെട്ടില്ല. അത് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ മഴ ഇപ്പോഴും കാര്യമായി തന്നെ തുടരുന്നുണ്ട്. സേതു. ഓക്കെ സഹീൻ, വ്യക്തമാണ്. കോഴിക്കോട്ടേക്ക് കൂടി പോകണം. കാരണം കോഴിക്കോട്ടൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അത്യാവശ്യം ഈ മഴക്കെടുതികൾ അത്യാവശ്യത്തിൽ കൂടുതൽ മഴക്കെടുതികളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ലിനറ്റ് ഇപ്പോൾ രാവിലെ ലിനറ്റിനെ കാണുമ്പോഴത്തേനും അവിടെ മഴ കുറച്ച് മാറി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ എങ്കിലും മഴക്കെടുതികളുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇന്നലെയൊക്കെ മഴക്കെടുതികൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ഈ മലയോര മേഖലകളിൽ കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് ലിനറ്റ് രാവിലെ തന്നെ? സേതു, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് നഗരത്തിൽ ഇപ്പോൾ മഴയൊന്നും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നല്ല മഴക്കാറുണ്ട്. ഇവിടെ ആളുകളൊക്കെ തന്നെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ബീച്ചിലാണ്. ബീച്ചിൽ സാധാരണ രീതിയിൽ ഈ സമയത്ത് നല്ല ആളുകൾ വരുന്നൊരു സാഹചര്യമാണ്. പക്ഷേ ഇന്ന് മഴയായതിനാൽ തന്നെ റെഡ് അലേർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആളുകൾ നടക്കാൻ ഇറങ്ങുന്നത് പോലും വളരെ കുറവാണ്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, ബീച്ചിലൊക്കെ തന്നെ ഈ കടൽക്കയറ്റം വളരെ രൂക്ഷമാണ്. തിര അധികം ശക്തമായിട്ട് അടിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലും തീരദേശത്തും ശക്തമായ കാറ്റോടുകൂടിയുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ശക്തമായ ജാഗ്രതാ നിർദ്ദേശം അറിയിച്ചിട്ടുണ്ട്. മലയോര മേഖലയിലേക്കുള്ള രാത്രികാല യാത്രകൾ ഒഴിവാക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. അനാവശ്യ യാത്രകൾ വേണ്ട എന്നും രാത്രികാല യാത്രയിൽ പൂർണ്ണമായും നിന്നും മാറി നിൽക്കണമെന്ന അറിയിപ്പാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തീരദേശ മേഖലയിലും ഇതേപോലെയുള്ള ജാഗ്രതാ നിർദ്ദേശം അറിയിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാരികളാണെങ്കിൽ പോലും ബീച്ചുകളിലേക്ക്, തീരദേശ മേഖലയിലേക്ക് ഇറങ്ങരുതെന്നും കടലിൽ ഇറങ്ങരുതെന്ന് ശക്തമായ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ നോക്കിയാൽ തന്നെ മനസ്സിലാകാം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ പോലും പെട്ടെന്നുള്ള മഴയാണ് ഉണ്ടാകുന്നത്. ആളുകളൊക്കെ തന്നെ എത്രയും ജാഗ്രത പുലർത്തണമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ശക്തമായ കാറ്റോട് കൂടിയുള്ള മഴയാണ് ഉണ്ടാകുന്നത്. അത്രമേൽ കാറ്റ് നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, അത്രയും ശക്തമായിട്ടുള്ള കാറ്റാണ്. തീരദേശ മേഖലയിലും അതോടൊപ്പം നിൽക്കുന്നത്. ശരിയാണ് തീർച്ചയായും. കാരണം ഇപ്പോൾ നമുക്ക് ആ സ്ക്രീനിൽ തന്നെ കാണാം, അത്രയും ഭീകരമായ കാറ്റൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സാഹചര്യങ്ങൾ വിശദീകരിക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് അനുരാഗും, കൊച്ചിയിൽ നിന്ന് സഹിനും, ഒപ്പം കോഴിക്കോട് നിന്ന് ലിനറ്റ്. അപ്പം 3 പേരും ജാഗ്രതയോടെ മുന്നോട്ട് പോവുക. കാരണം എല്ലായിടത്തും മഴ അലേർട്ടൊക്കെയാണ്, മഴക്കെടുതികളുണ്ട്. അപ്പോൾ ഓക്കെ, വീണ്ടും തിരിച്ചെത്താം നമുക്ക്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിപ്പോൾ കാണുന്നത് പോലെ നിലവിൽ റെഡ് അലേർട്ട് ഉണ്ട്. അത് 5 ഇടങ്ങളിൽ റെഡ് അലേർട്ടാണ്. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ മലപ്പുറത്തും കോഴിക്കോടും വയനാടും കണ്ണൂരും കാസർഗോഡും ഒക്കെ റെഡ് അലേർട്ടാണ്. നമ്മളിപ്പോൾ ലിനറ്റിൻ്റെ കണ്ടായിരുന്നു അവിടെ ദൃശ്യങ്ങളിലൊക്കെ കൊടയൊക്കെ പറന്നു പോകുന്ന രീതിയിൽ അത്രയും ഭീകരമായ കാറ്റും നിലനിൽക്കുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലേർട്ടുമാണ് നിൽക്കുന്നത്. അതിതീവ്ര മഴയും തീവ്ര മഴയ്ക്കുള്ള സാധ്യത. കടലിൽ പോകുന്നവരൊക്കെ കടലിൽ പോകാൻ, മത്സ്യബന്ധനത്തിനൊക്കെ വിലക്കുണ്ട്. ഈ ഞായറാഴ്ചയല്ലേ ഒന്ന് ബീച്ചൊക്കെ കാണാമെന്നൊക്കെ വിചാരിക്കുന്നവരാണെങ്കിൽ തൽക്കാലം ആ ഭാഗത്തേക്കൊന്നും പോകണ്ട. നമുക്ക് 1-2 ആഴ്ച അല്ലെങ്കിൽ ഈ ആഴ്ച അടുത്ത ആഴ്ചയൊക്കെ ഒന്ന് വീട്ടിലിരുന്ന് കടലൊക്കെ ഒന്ന് ശാന്തമാകട്ടെ, പുറത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സേഫ് ആയതിന് ശേഷം പോകാം. പക്ഷേ ഞാൻ ഇപ്പോഴും പറയും, നമുക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നുമില്ല. പക്ഷേ നമ്മൾ കുറച്ചൊന്ന് കരുതലോടെ മുന്നോട്ട് പോകണം. നമുക്ക് മുൻകാലങ്ങളിലൊക്കെ നമ്മൾ അനുഭവിച്ച കുറേ ദുരനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക്
കുറച്ചൊന്ന് ജാഗ്രതയോടെ മുന്നോട്ട് പോകാം. ഈ നല്ല മഴയുള്ള ഭാഗങ്ങളിലൊക്കെ ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും ഒക്കെ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇപ്പോൾ ഇൻ കേസ് എവിടെന്നെങ്കിലുമൊക്കെ ഒന്ന് മാറി താമസിക്കണമെന്ന് പറയുകയാണെങ്കിൽ കടുംപിടുത്തമൊക്കെ വിട്ട് അവിടെ നിന്നൊന്ന് മാറി താമസിക്കാൻ എല്ലാവരും തയ്യാറാവുകയും വേണം. അപ്പോൾ ഇതാണ് സംസ്ഥാനത്തെ ഇന്ന് രാവിലെയുള്ള മഴ സാഹചര്യങ്ങൾ.